ഇതിൻ്റെ ഒരു ഇടുക്ക് പോലൊരു സ്ഥലത്ത് ചവിട്ടി നിൽക്കാനിരിക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുക മണിക്കൂറുകളായിട്ട്. അപ്പോൾ ലാസ്റ്റ് സുഹൃത്തുക്കളൊക്കെ കൂട്ടി വിളിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ ഇടയിൽ നിപ്പുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നോ ഈ അവധിക്ക് എവിടെയെങ്കിലും ഒന്ന് പൂട്ടിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ ഇന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ ബാല്യങ്ങളിൽ അവധിക്കാലങ്ങളൊക്കെ ചെലവഴിച്ചിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഏതൊരു പ്രശ്നവും പ്രതിസന്ധിയും വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കും, ഇതിനപ്പുറം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, അവരുടെ സൗകര്യങ്ങൾ അവരുടെ പരിമിതികളാണ്. കാരണം സൗകര്യം കൂടുന്തോറും ഈ കുട്ടികൾക്ക് ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പാരൻസ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും മക്കൾ അനുഭവിക്കരുത് എന്ന് കരുതി അവരെ പൊതിഞ്ഞ് ഒരു വലിയൊരു ഷെല്ലിനുള്ളിലിട്ടാണ് വളർത്തുന്നത്. ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവരെന്നാ ബ്രേക്ക് ചെയ്യണം? ഒരുപക്ഷെ ഈ കേരളം വിട്ട്, പലപ്പോഴും ഇപ്പോഴത്തെ പ്രസൻറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, കേരളം വിട്ട് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അവരും സ്വയം ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായ മേഖലയിലേക്ക് പലപ്പോഴും പോകുന്നത് കൊണ്ടാണ്. ഈ മയക്കുമരുന്ന് പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെയൊക്കെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതും കുട്ടികളുടെ സ്വഭാവത്തിലൊക്കെ ഒരു മൂല്യച്യുതി സംഭവിക്കുന്നതുമൊക്കെ അവരായിട്ട് ആ ഷെല്ല് പൊട്ടിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഷെല്ല് പാരൻസായിട്ട് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോൺ പാരൻസ് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ അവരെ ഡൈവേർട്ട് ചെയ്ത് ഒരു ഫ്രണ്ട്ലി പാരൻറ്റിങ്ങിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തെറ്റിലേക്ക് കുട്ടികൾ പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.